അതായത് ഞാൻ വാലി ആരംഭിക്കുന്നതിന് മുൻപായി വാലയെ കുറിച്ച് 2.25 വാക്ക്. ഈ വാലയിൽ അഭിനയിക്കേണ്ട 4 പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഇതേവരെ ഇവിടെ എത്തിയിട്ടില്ല. ആവശ്യമില്ലാത്തടത്ത് സിമ്പൽ അടിക്കില്ലേ, ഞാൻ പറയാം. അതുകൊണ്ട് ഇന്നാട്ടിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ തപ്പിപ്പിടിച്ചെടുത്ത് ഒരു കണക്കിന് ഡയലോഗ് പറഞ്ഞ് പഠിപ്പിച്ചാണ് ഈ വാല നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. വാല ആരംഭിക്കുന്നു. ഇനി എന്തും സംഭവിക്കാം. ഉപ്പിണി സ്വയംവരം. മതി മതി. രംഗത്ത് രാജാവ്. ചങ്കത്ത് രാജാവ്. ചങ്കത്ത് രാജാവ്. രംഗത്ത് രാജാവ്. അയ്യേ ഡാ, നീയല്ല, നീ പോടുന്നു. ദിവസനപ്പഴൊക്കെ നീ അച്ഛനാണ്. നീയല്ലെന്ന് നീ പൊക്കി അവിടുന്ന് നിൽക്കണ. ആ വെള്ളക്കോട്ടിട്ടേക്കണവൻ. ആ വെള്ളക്കോട്ട്. എടാ അത് പാട്ടുകാരനല്ലേ. എടാ നീ കരിമുകളിലെ ഗംഗാരൻ മോൻ സുരേഷ് ഇങ്ങാട് വാ. പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോ. അങ്ങോട്ട് പോ. അങ്ങോട്ട് വരാൻ നടുക്ക് വന്ന് നിക്ക്. ഇവിടെയാണ്. നേരെ നോക്കുന്നു. എന്റെ നേരെ നോക്കാനല്ല, പിന്നെ അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? ഓഡിയൻസിന് നോക്കാൻ. ഓഡിയൻസ് അല്ല, ഓഡിയൻസ്. എവിടെയാണ്? അവിടെ. എടാ സുരേഷിന് മണ്ടേ വേടിയെ കയറ്റിവിട്. ഇങ്ങോട്ട് വാ. എന്തോരാൾക്കാരാ. രാജാവ് ചിരിക്കുന്നു. അയ്യേ, പഴം പൊഴുങ്ങിയ ചിരിയിരിക്കല്ല എന്നോട് പറഞ്ഞത്. പ്രകാശം വരുമ്പോൾ മഹാരാജാവ് പുഞ്ചിരി തോന്നുന്നു. എന്നാവും വന്നിട്ട് വരാം. ആര്? പ്രകാശൻ. അവൻ ഷാപ്പിലല്ലേ. എടാ പ്രകാശം വെളിച്ചം വെട്ടം അത് വന്നല്ലോ. എന്നാ പുഞ്ചിരി നോക്ക്. പുഞ്ചിരി നോക്കട്ടെ. സുരേ, എന്തെന്നാണത്? പുഞ്ചിരി തൂവാൻ പറഞ്ഞിട്ട് ഈ പുഞ്ചിരിയല്ല, അട്ടഹസിക്കുന്നു. എന്നാ അട്ട? എന്തെന്നാടാ? അട്ടനെ പേടിയാ. അട്ടല്ലെന്ന് പൊട്ടിച്ചിരിക്കുന്നു. എങ്ങനെയത്? അടിപൊളി അടിപൊളി സൂപ്പർ. ഇവിടെ പറഞ്ഞതാണ്. മഹാരാജാവ് ഗൗരവത്തിൽ. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടദുമ്ന മഹാരാജാവ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടദുമ്ന മഹാരാജാവ്. ദൃഷ്ടദുമ്ന മഹാരാജാവ്. ദൃഷ്ടദുമ്ന. ഞാൻ എന്റെ പേര് പറഞ്ഞാ പോരെ? എന്നാ എന്തെങ്കിലും പറ. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. മതിയല്ല. ആരെവിടെ? ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അതല്ല, ആരെവിടെ? ആരെവിടെ? ആരവിടെ? എടാ ഇവിടെ അല്ല, നീ പറയണം. ആരെവിടെ? ഞാൻ പറയണോ? ആരെവിടെ? ഉറക്കെ പറയടാ. ആരെവിടെ? വെള്ളം വേണമെന്ന് പറഞ്ഞ. എടാ ഞാനല്ല, എന്റെ പുള്ളി ആരെവിടെ പറഞ്ഞ. പടകളെ നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചതല്ല. ഇവിടെ ബാലയിൽ ഡയലോഗ് പറഞ്ഞാൽ എല്ലാരും പൊക്കെ. എല്ലാരും പൊക്കെ. പോ എല്ലാരും പോടുന്നു. ദേ പറഞ്ഞപ്പോ എല്ലാം കൂടി പോണുണ്ട്. ഇങ്ങോട്ട് വാ. എല്ലാം കൂടി വന്നേക്കണ്. എടാ ഒരാൾ ഇവിടെ നിന്നേച്ച് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് പോ 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 പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവരേതാണ് തത്തരക്ക് വെച്ച് വന്നേക്കണവൻ. നീ അല്ല, രാജാവ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് പൊക്കെയായിരുന്നു. നീ ഇങ്ങോട്ട് വാ. ഞാൻ ഭടൻ വരുന്നു. ഭടൻ ഞാനാണ്. എല്ലാം നീയാണ്. ദേവന് ഭടനായാലും ഇങ്ങനെ വേണം. ഭടൻ ഗൗരവത്തിൽ. മഹാരാജൻ അങ്ങ് ദൃംഗപ്പുളങ്കിതനാവട്ടെ. ഇവനല്ലല്ല ഭടൻ, നമ്മുടെ അനിയല്ലേ. അവന് പനിയാ. അപ്പൊ സുനിയ. അവനല്ലേ മുനി. ഇതേതാണ്? ശനി. സനി. സനി ഡയലോഗ് പറ. മഹാരാജൻ അങ്ങ് ദൃംഗപ്പുളങ്കിതനാവട്ടെ. ഞാൻ പറയണത് കേട്ടിട്ട് പറ. മഹാരാജൻ അങ്ങ് ദൃംഗപ്പുളങ്കിതനാവട്ടെ. ആയിക്കോട്ടെ. എടാ മഹാരാജൻ അങ്ങ് ദൃംഗപ്പുളങ്കിതനാവട്ടെ എന്ന് ഡയലോഗ് പറ. മഹാരാജൻ അങ്ങ് ദൃംഗപ്പുളങ്കിതനാവട്ടെ. ശരിയായിട്ടില്ല. അപ്പുറത്തെങ്ങാനും പോയി ഡയലോഗ് പഠിച്ചിട്ട് ബാബോ. എന്താണ് അപ്പുറത്തെ ചാണാക്കുഴിട്ട് ദൃംഗപ്പുളങ്കിതനായിട്ട് പോയിക്കോട്ടെ. നന്നായി. ആരെവിടെ? ആരെവിടെ? ഞാനല്ല, നിന്റെ പുള്ളിയാണ്. എടാ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതല്ല. ഇവിടെ ബാലയുടെ ഡയലോഗ് പറഞ്ഞാണ്. എല്ലാരും പൊക്കെ അവിടുന്ന്, എല്ലാരും പോയവിടുന്ന്. രാജാവ് പോലേട്ടാ. ഞാൻ പോകണ്ടല്ലേ. ഈ സമയം കൊട്ടാരം മന്ത്രി കടന്നു വരുന്നു. ഈ സമയം പൊട്ടാത്ത മന്ത്രി കടന്നു വരുന്നു. പൊട്ടാത്ത അടിപൊളി. ഗതയൊക്കെ ആയിട്ട് വലിയ ഹനുമാനെ പൊലിക്കുന്നത്. അടിപൊളി സൂപ്പർ. മതി മതി. ഡയലോഗ് പറ. ഡയലോഗ് പറയാൻ മറന്നുപോയി. മമ പ്രണാമം പ്രഭോ. മമ പ്രണാമം. മമ മമ പ്രണാമം പ്രഭോ. മമ പ്രണാമം. രാമായണം മാറും. ഇതെന്താ സാധനം? എന്താ ഇത്? എടാ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ ഒരു അഭിസംബോധന ചെയ്യൂലേ, അതിനാണ് ചേർന്ന് പാടുപെടണേ. ഇങ്ങനെ പറഞ്ഞാ പോരെ? ഹലോ മന്ത്രി. തലയിൽ ചത്തേക്ക് ഇരിപ്പുണ്ടല്ലോ. മന്ത്രി സത്തമാ. മന്ത്രി സത്തമാ.
എന്തിനാണ് അവർ തല്ലിയത്? എന്റെ അരച്ചപ്പേര് പറഞ്ഞ കൊല്ലും ഞാൻ ഈ പന്നിനാ. എടാ നിന്റെ ബാലയിലെ പേരാണ് മന്ത്രി സത്തമ. ആ മന്ത്രി സത്തമ നിനക്കറിയുമോ? മന്ത്രി സത്തമ നിനക്കറിയുമോ? ഇല്ല, അഴിയില്ല, മുറുക്കി കെട്ടിയിട്ടുണ്ട്. എന്തെന്ന്? അല്ല ഈ ചെറുക്കൻ നിക്കറഴിയോന്ന് ചോദിച്ചു. എടാ നിക്കറഴിയൊന്നല്ല, മന്ത്രി സത്തമ നിനക്കറിയുമോ? എടാ എനിക്ക് അറിഞ്ഞുകൂടും, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. അപ്പൊ നീയല്ല ഇവിടെ വന്നാൽ മതി പറഞ്ഞുതരാന്ന് പറഞ്ഞത്. മാച്ചു കളഞ്ഞ്. ആ മന്ത്രി സത്തമ അന്തഃപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടകൾ എടുത്തുകൊണ്ട് വരൂ. മന്ത്രി സത്തമ അന്തഃപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാത്തതൊക്കെ എടുത്തോണ്ട് വരൂ. ഉടയാത്തതല്ല, ഉടയാടകള് എന്ന് വെച്ചെന്താ? ഡ്രസ്. അത് പറഞ്ഞാ പോരെ, വെറുതെ കുടയാടാന്നൊക്കെ പറഞ്ഞ മനുഷ്യർക്ക്. മന്ത്രി സത്തമ അന്തഃപുരത്തിൽ നിന്നും എന്റെ ഉടുപ്പെടുത്തുണ്ട് വാടാ. എടുത്തിട്ടില്ലേ? ഈ ബാല പൊളിഞ്ഞു പോയി എടുത്തിട്ടില്ലാന്ന്. ധിക്കാരി നിന്റെ തല ഞാൻ വെട്ടും. ധിക്കാരി നിന്റെ തല ഞാൻ വെട്ടും. എനിക്കിട്ട് പണ്ടാരടക്കാണ്ട് അങ്ങാട് പറ. ധിക്കാരി നിന്റെ തല ഞാൻ വെട്ടും. നീ ഒട്ടും. നിന്നോട് വണ്ടി കയറിയപ്പോ പറഞ്ഞു നിന്റെ പ്യാറ്റ് ഷർട്ടൊക്കെ എടുത്ത് അകത്ത് നോക്കാൻ. ഇവിടെ വന്നിട്ട് ഇനി ഒട്ടുന്ന്. നീ മഹാരാജാവോട് തർക്കിക്കുന്ന മന്ത്രിയെ ഒരു പ്രജ ചവിട്ടി ഓടിക്കുന്നു. എവിടെ? ഞാൻ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നു. ഓ പുറത്ത്. ഞാൻ പൊക്കോട്ടെ. നീ പോകല്ലേ? ആരെവിടെ? നിനക്ക് വെള്ളം വേണം. ഞാനല്ല നിന്റെ പുള്ളിയാണ്. ആരെവിടെ? ഇവിടെ പാലയുടെ ഡയലോഗ് പറഞ്ഞു പൊക്കെ അവിടുന്ന്. ഈ പിശാചികളെ കൊണ്ട് ശരിയായിട്ടില്ല. അപ്പുറത്തങ്ങനെ പോയി ഡയലോഗ് പഠിച്ചിട്ട് ബാബു. ആ ഈ സമയം കൊട്ടാരം നർത്തകി കടന്നു വരുന്നു. കൊട്ടാരം നർത്തകി കടന്നു വരുന്നു. ഞാനാണോ? എല്ലാം നീയാണ്. നർത്തകി എവിടെ? പെണ്ണുപിള്ളെ ഇങ്ങോട്ട് വാ. സൂപ്പർ. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മഹാരാജൻ. പെണ്ണുപിള്ളെ 3 പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. 2 മഹാരാജൻ രക്ഷിക്കണം. 3 മഹാരാജാവിന്റെ മുഖത്ത് പുച്ഛം. മഹാരാജാവിന്റെ മുഖത്ത് പൂച്ചയോ? മഹാരാജാവിന്റെ മുഖത്ത് പുച്ഛം എന്ന് വെച്ചാ പുച്ഛം അറിയില്ല. ഇങ്ങോട്ട് നോക്ക്. കൊടുക്കട്ടെ, എന്നാ പിടിച്ചോ. 3 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ നൃത്തം കളിക്കാൻ വന്ന ഞാൻ ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. ഡയലോഗ് പറഞ്ഞാണത്. എന്റെ വയറ്റിൽ വളരുന്ന പറ. എന്റെ വയറ്റിലയിൽ വളരുന്ന രാജകുമാരൻ. കോഴിക്കോട്. എന്റെ കോഴിക്കോട് വളരുന്ന വയറ്റിൽ വളരുന്ന എന്റെ വയറ്റിൽ വളരുന്ന രാജകുമാരൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും ഞാനല്ല, അപ്പുറം ഇപ്പുറം ഈ മാറി നിൽക്കുന്ന മഹാരാജാവാണെന്ന്. ഞാനാണോ? നർത്തകി കരഞ്ഞുകൊണ്ട് മഹാരാജാവിന്റെ ചുവനിലേക്ക് വീഴുന്നു. ഒരു ചിന്നത്താമரை என் கண்ணில் பூத்ததே, அதன் மின்னல் வார்த்தைகள் என் உள்ளம் தேடி தைக்கின்றது. இதை உண்மை என்பதா இல்லை பொய்தான் என்பதா? என் தேகம் முழுவதும் ஒரு வெண்മീൻ കൂട്ടം. ഉണ്ടായിരുന്നോ? ഇനി അടിപൊളിയായിരിക്കും. നിലാവുള്ള രാത്രിയിൽ നീല പട്ടുടുത്തോന്ന് നിന്നെ നോക്കി ഞാൻ പറഞ്ഞു, കരളെ നമുക്ക് ഈ ചരലിൽ കിടന്നുള്ള എന്ത് വന്നേക്കണ? എന്ത് എല്ലാവരും നോക്കുക. ചേച്ചിയൊക്കെ മഹാരാജാവ് മാത്രം പിന്നെ വന്നേക്കണ പിശാചി. ശരിയായിട്ടില്ല, പോയി പഠിച്ചിട്ട് ബാബോ. എന്റെ പൊന്നി സാറേ, ഇത് അവിടെ ഒന്ന് പറഞ്ഞു പഠിക്കാം. സിമ്പിൾ ആയിട്ടൊരു ഡയലോഗ് തരട്ടെ, പറയാവോ? സിമ്പിൾ ആണെന്ന് പറയാം. പ്രഭു, കൊട്ടാരത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ കാണാനില്ല. പറ. ഒന്നുകൂടെ പറഞ്ഞു. കൊട്ടാരത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ കാണാനില്ല. കൊട്ടാരത്തിലെ താളിയോല. അയ്യോ, അത് ഞാൻ പറഞ്ഞ വല്ല തെറിയായി പോകും സാറേ. എന്നാ പഴയത് പറ. ദൃംഗപ്പളങ്ങിയതാവട്ടെ. ശരിയായിട്ടില്ല, പോയി പഠിച്ചിട്ട് ബാബോ. ഈ സമയം നർത്തകിയുടെ അച്ഛൻ കോപിഷ്ഠനായി കടന്നു വരുന്നു. നർത്തകിയുടെ അച്ഛൻ കോഴിക്കാഷ്ടം കൊണ്ട് വരുന്നു. കോഴിക്കാട്ടം കൊണ്ടല്ല, കോപിഷ്ഠനായിട്ട്. എന്ന് വെച്ചാ ദേഷ്യം കൊണ്ട് കത്തി ജ്വലിച്ചു കടന്നു വരുന്നു. എവിടെ? കോപം വരട്ടെ, കോപം. ഇനി ഗോപനെയൊക്കെ വിളിക്കണം. നിന്റെ മുഖത്ത് ദേഷ്യം വരട്ടെ. എന്റെ മുഖത്ത് ദേഷ്യം വരില്ല. എന്ത് പറഞ്ഞാലും എന്റെ മുഖത്ത് ഒട്ടും ദേഷ്യം വരില്ല. നാളെ എന്റെ കൊച്ചിനെ പിള്ളേർപ്പെടുത്തക്കാരുണ്ടോട്ട് ഞാൻ ചിരിച്ച് മരിച്ചില്ല എന്നുള്ളൂ. ഇന്നത്തെ ബാലയുടെ ശമ്പളം ഞാൻ തരത്തില്ല കേട്ടാ. ബാലയുടെ ശമ്പളം ഞാൻ തരത്തില്ലെന്ന്. ഇത് മതി, ഈ ദേഷ്യം മതി. വിളിക്ക് മഹാരാജൻ. മഹാരാജൻ വിളിയേക്കുന്നു. കണ്ട മീൻകാരെയൊക്കെ പിടിച്ച ബാല പിടിപ്പിച്ചേക്കള. അവന്റെ പേര് പറയടാ. അവന്റെ പേരെന്താ? ത്രിവിക്രമ. ഞാൻ പറഞ്ഞോടാ. പറ. ശശി മതിയല്ല. 3 വർഷങ്ങൾക്ക് മുമ്പ്. ഞാനാണോ? നീ പറ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നൃത്തം പഠിക്കാൻ വന്ന എന്റെ മകളിന്ന് 6 മാസം ഗർഭിണിയാണ് മഹാരാജൻ. നിന്നോട് ഞാൻ പ്രതികാരം ചോദിക്കും. പ്രതികാരം. ഒരു പുച്ചോട്ട് കൊടുത്തേക്ക്.
മതി. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരാള് പറയണ എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. രണ്ടും മിണ്ടല്ലോ. എടാ അച്ഛൻ പറ എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അവൻ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നോടാ ദുഷ്ട. എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. ഞാൻ പറയണോ? നീ പറയണം. എങ്ങനെ? എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. എന്റെ ആണോ സാറിന്റെ ആണോ? നീ പറയുമ്പോ നിന്റെ. എന്റെ. എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. പറ. എന്റെ പുരുഷത്വത്തെ. എന്റെ പുരുഷത്വത്തെ. എന്റെ പുരുഷന്റെ തത്ത. പുരുഷന്റെ തത്തയല്ല, പുരുഷത്വത്തെ ആണോ? എന്റെ പുരുഷ തൊത്വത്തെ. 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 പുരുഷത്വത്തെ. ഇനി വേറെ കളി കളിക്കാം. ഇതെന്താണ് ബാല അല്ലെങ്കിൽ വള്ളം കളിയാ? ശരിയായോ? ശരിയാണ്. ശരിയായോ? ശരിയാണെന്ന് ബാക്കി പറ. ബാക്കി പറഞ്ഞാൽ തെറ്റിപ്പോവും. എടാ പോയി പഠിച്ചിട്ട് വാ. അവിടുന്ന് അച്ഛൻ പറ. പുരുഷത്വമാണത്ര പുരുഷത്വം. പുരുഷമൂത്രമാണത്രേ പുരുഷമൂത്രം. മനസ്സിലാക്കി കൊടുക്ക. അങ്ങനെയല്ലടാ, പുരുഷോത്തമനെ വിടറാ. പുരുഷോത്തമ പിടിച്ചതിനേക്കാളും വലുതാണ് അളയിലിരിക്കുന്നത്. ഇതൊന്നും വേണ്ട. മഹാരാജാവ് വാളെടുക്കുന്നു. അങ്ങനത്തെ ചിത്രം കൈകുത്തി കയറ്റി ഞാൻ കറക്കും. എന്താണത്? വാളെടുക്കാൻ പറഞ്ഞിട്ട്? ഈ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരുന്നു. ഉറിന്ന് വാല് വലിച്ചൂരാനോ? ഉറിന്ന് വാലല്ല, ഉറയിൽ നിന്ന് വാള്. എങ്ങനെയത്? അത് പറയണ്ടേ? പിടിച്ചോ. എന്തെന്നാടാ? അണ്ടർവെയറിന്റെ പള്ളി പോയി. ചേച്ചി ഇതൊക്കെ കെട്ടിക്കൊണ്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ. കെട്ടിയാ ഇനി ഊരിപ്പോരൂല. വാളെടുക്ക്. വാളെടുത്തിട്ടില്ല. ഈ ബാലെ പൊളിഞ്ഞു. വാളെടുത്തിട്ടില്ലടാ. ചേച്ചി ഈ വാളൊക്കെ ഇത് ആരാ വെച്ചേക്കുന്നത്? വാളെവിടെ വെച്ച? വാള കൊണ്ട് വാള കിട്ടിയല്ലേ? ഞാനാടാവേ ആളറിയാതിരിക്കാൻ വേണ്ടി ഒരു മോമൂടി വെച്ചല്ലേ മനുഷ്യനെ ചിരിപ്പിക്കാണ്ട് പോടാ പുറത്തേക്ക്. വാള് കിട്ടിയാ? വാള് കിട്ടി. കാളാൻ പുളം വെട്ടുന്നു. എന്നെ വെട്ടാനല്ല, അവനെ വെട്ട്. അച്ഛനെ വെട്ട്. എന്താണ് ബോഡി സ്പ്രേ? മരിച്ചു വീഴുന്നു. അയ്യോ അമ്മച്ചി, നീ വാള് കൊണ്ട് വെട്ടിട്ട് നീങ്ങളെ മരിച്ചു വീഴുന്നു. നീ എഴുന്നേക്ക്. അച്ഛൻ മരിച്ചു വീഴുന്നു. ഈ രാജാവ് എന്നെ വെട്ടിക്കൊന്ന. അടിപൊളി. പൊട്ടിച്ചിരിക്കുന്നു. നീ ചത്തുപോട്ട് നിങ്ങളെ പൊട്ടിച്ചിരിക്കണം. നീ ഇവിടെ കിടക്ക്. മഹാരാജാവ് പൊട്ടിച്ചിരിക്കും. ഞാനാണ്. എന്തിനാ വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോണത്? ഈ സമയം ശത്രു സൈന്യം കൊട്ടാരത്തിലേക്ക് ഇരച്ച് കയറുന്നു. അതാരാണത്? അയ്യ, നിങ്ങളൊക്കെ ഏത് രാജ്യത്തെ സൈന്യക്കാരാ? ഞങ്ങള് സൈനികക്കാരല്ല, ഈ പരിപാടി ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. ഞങ്ങൾക്ക് ഈ ബാല വേണ്ട മോനെ. എന്ത് വേണം? ചവിട്ട് നാടകം. അയ്യോ, ചവിട്ട് നാടകം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയാമല്ലോടാ. അയ്യോ, அடிச்சா தாண்ட 4 மாசம் தூங்க மாட்டேன். மோதி பாரு வீடு போய் சேர மாட்டேன். அடிச்சா தாங்க மாட்டேன். ഇപ്പൊ ശരിയായോ?